മാസമായി ശമ്പളമില്ലാതെ പാലക്കാട് ഫോറസ്റ്റ് വാച്ചർമാർ. വനം വകുപ്പിൽ നിന്നും ഫണ്ട് ലഭിക്കാതെ വന്നതോടെയാണ് ശമ്പളം മുടങ്ങിയത്. ശമ്പളം ലഭിക്കാതായതോടെ നിത്യച്ചെലവിന് പോലും പണമില്ലാതെ ദുരിതത്തിലാണ് വാച്ചർമാർ. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. പാലക്കാട് ജില്ലയിലെ ഫോറസ്റ്റ് വാച്ചർമാർക്ക് കഴിഞ്ഞ ഓണത്തിന് മുൻപ് ശമ്പളം കിട്ടിയതാണ്. മാസം 4 കഴിഞ്ഞു. പിന്നീട് 1 രൂപ പോലും കൂലിയായി കിട്ടിയിട്ടില്ല. പക്ഷേ കാട്ടാന നാട്ടിലിറങ്ങിയാൽ ഓടിക്കാനും അടിക്കാട് വെട്ടാനും വൈദ്യുത വേലിയുടെ സംരക്ഷണ ജോലികൾക്കും കാട്ടുതീ വരാതെ സൂക്ഷിക്കാനുമെല്ലാം ഒരു വെയിലത്ത് മുടങ്ങാതെ പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഫോറസ്റ്റ് വാച്ചർമാർ. ശമ്പളം മുടങ്ങിയതിനാൽ ഉദ്യോഗസ്ഥരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കനിവുകൊണ്ടാണ് വാച്ചർമാരുടെ ജീവിതം. എല്ലാം കടം. ജോലി സ്ഥലത്തേക്ക് പോകാൻ വണ്ടിക്കൂലി ഉൾപ്പെടെ കടം മേടിക്കേണ്ട അവസ്ഥ. കടുത്ത പ്രതിസന്ധിയിലാണ് ഓരോ വാച്ചർമാരും. കടുത്ത പ്രതിസന്ധിയിലാണെങ്കിലും ശമ്പളം കിട്ടാത്തതിനെക്കുറിച്ച് ഒരു ഫോറസ്റ്റ് വാച്ചറും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രതികരിച്ചാൽ ജോലി നഷ്ടമാകുമോ എന്നുള്ളതാണ് പേടി. എന്നാൽ ഉദ്യോഗസ്ഥർക്കാണ് ശമ്പളം വൈകുന്നതെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായേനെ. ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്നത് 740 രൂപയാണ്. പാലക്കാട് ഡിവിഷനിൽ ഒരു മാസം 23 ദിവസമാണ് ഒരാൾക്ക് പരമാവധി ജോലി ചെയ്യാൻ കഴിയുക. അതായത് പ്രതിമാസം 17,000 രൂപ ലഭിക്കും. ഇതാണ് 4 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ പോയാൽ ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് പലർക്കും. പാലക്കാട് മാത്രമല്ല, മറ്റ് ജില്ലകളിലും ശമ്പളം മുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഫോറസ്റ്റ് വാച്ചർമാർ പറയുന്നത്. എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പളം മുടങ്ങാതിരിക്കാൻ സർക്കാർ കരുതൽ പാലിക്കണം. സമരം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് വൈകിപ്പിക്കുകയല്ല, കൃത്യമായി കൊടുക്കുകയാണ് വേണ്ടത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായി. പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം സുരക്ഷ പോലും മറികടന്ന് അല്ലെങ്കിൽ അതിനെപ്പോലും വകവയ്ക്കാതെ ജോലി ചെയ്യുന്നവരാണ് ഈ വനം വകുപ്പ് വാച്ചർമാർ. അവരുടെ ശമ്പളമാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നതും മാസങ്ങളായി. ഇപ്പോൾ നിലവിൽ സർക്കാർ പറയുന്നത് എന്താണ്? ഈ വനം വകുപ്പ് പറയുന്നത് എന്താണ്? ഈ ശമ്പളം മുടങ്ങാനുള്ള കാരണമായി, അതിനുള്ള പ്രതിസന്ധിയായി പറയുന്നത് എന്താണ്? സേതുലക്ഷ്മി, ഫണ്ട് ഇല്ല എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്ന ഒരു കാര്യം. നമ്മൾ ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് നമ്മളിപ്പോൾ ഫോറസ്റ്റ് വാച്ചർമാരുമായി സംസാരിച്ചത്. അവരെല്ലാം തന്നെ വലിയ ദുരിതത്തിലാണ്. അപ്പോൾ അവർ പറയുന്ന, അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ വാർത്തയിൽ നമുക്ക് കാണാം, ഒരു വാച്ചറുടെയും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്ത് അവരോട് ചോദിച്ചതാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടാതെ വന്നാൽ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചൂടെ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അവർക്ക് അതിന് പേടിയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ ശമ്പളം കൊടുത്തില്ലെങ്കിലും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചിടുന്ന കാര്യത്തിൽ സംശയമില്ല. പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 4 മാസമായി ഈ ഫോറസ്റ്റ് വാച്ചർമാർ പാലക്കാട് ജില്ലയിലെ വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 മാസമായി പാലക്കാട് ഡിവിഷനിൽ മാത്രം 1 രൂപ പോലും ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അനാസ്ഥയാണ്. സർക്കാരാണ് അതിന് പണം നൽകേണ്ടത്. വനം വകുപ്പിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ വനം വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ഇത്തരത്തിൽ 4 മാസമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ പ്രതിഷേധം അത് ഉണ്ടാകും. അതിന് ഇത്തരത്തിൽ ഫോറസ്റ്റ് വാച്ചർമാരെ പോലെ തന്നെ പ്രതികരണത്തിനൊന്നും തന്നെ മടിക്കുന്നതിൽ അവർക്ക് പ്രതികരണം നടത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വാച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും നടത്താതെ മൗനമായി തന്നെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്യുന്നുണ്ട്. രാവിലെ വളരെ നേരത്തെ തന്നെ അവർക്ക് ഫീൽഡിലെത്തേണ്ടതുണ്ട്. അവിടെ ഓരോ സ്ഥലത്തും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ചുമതലകൾ ഉണ്ടാകുക. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ധോണി, അതോടൊപ്പം മലമ്പുഴ, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അത് ഇന്ന കാലയളവ് ഒന്നൊന്നുമില്ല, എല്ലാ തവണയും ധോണി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്നതാണ്. മുമ്പ് ഇത്തരത്തിൽ ആനയെ ഓടിക്കുന്നതിനിടയിൽ ഒരു വാച്ചറുടെ കൈ 2 വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ പല പല പ്രതിസന്ധികളിലും ഈ ഫോറസ്റ്റ് വാച്ചർമാർ നേരിടുന്നുണ്ട്. അങ്ങനെ പുലർച്ചെ ഇവർ ജോലിക്ക് ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ ഫെൻസിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള ജോലികൾ ഇവർക്ക് ചെയ്യേണ്ടതുണ്ട്. കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞാൽ
അതിനെ ഓടിക്കുന്നതിന് വേണ്ടി മറ്റ് ഉദ്യോഗസ്ഥരുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവരും വളരെ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട്. ഫോറസ്റ്റ് ഇപ്പോൾ ഇനി വേനലാണ് വരാൻ പോകുന്നത്. അതിൽ ഫയർ ലൈൻ കട്ടത്തി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അടിക്കാട് വെട്ടേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ജോലികൾ ഇവർക്ക് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ഒന്നും ഫോറസ്റ്റ് ഓഫീസിലേക്ക് നേരിട്ട് വരികയല്ല ചെയ്യുന്നത്, സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ പലരും ബൈക്കുകളൊക്കെ ആശ്രയിച്ചാണ് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ബൈക്കിനടിക്കാൻ ഇന്ധനം അടിക്കാനുള്ള കാശ് ഇവരുടെ അടുത്തുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഉദ്യോഗസ്ഥരാണ് ഇവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് ജോലി ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന സഹായം. അതല്ല എങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. വീട്ടിലേക്കുള്ള നിത്യച്ചെലവിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് കടകളിൽ കടം പറയേണ്ടി വരുന്നു. അങ്ങനെ 4 മാസമായി വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് നമ്മുടെ ഫോറസ്റ്റ് വാച്ചർമാർ. അതിൽ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലയിലും സമാനമായ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വാച്ചർമാർ പറയുന്നത്. പക്ഷെ അത് എത്ര മാസത്തെ കുടിശ്ശികയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തിടയ്ക്ക് വന്നായിരുന്നല്ലോ പ്രസാദ്, മറ്റേ ഈ ദേവികുളം റേഞ്ചിന് കീഴിലുള്ളവർക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് അവർക്ക് ഈ കാശ് കിട്ടുന്നില്ല, അലവൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ അടുത്തിടയ്ക്ക് പോലും അത് വാർത്തകളിലൊക്കെ നിറഞ്ഞതാണ്. പ്രസാദ്, ഈ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരാണല്ലോ കൂടുതലും ഈ ഫോറസ്റ്റ് വാച്ചർമാരായിട്ട് വരിക. അപ്പോൾ ഈ പറയുന്നത് പോലെ തുച്ഛമായ തുകയാണ്, ഈ 740 രൂപ തുച്ഛമായ തുകയാണ് അവർക്ക് നൽകേണ്ടതും. ഇത്രത്തോളം ഫണ്ടില്ലാതെ നട്ടം തിരിയുകയാണോ നമ്മുടെ വനം വകുപ്പ്? വിശ്വസനീയമാണോ ഈ പറയുന്നത്? ഒട്ടും ഫണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. അതായത് ഈ ഓരോ സാമ്പത്തിക വർഷവും ഒരു നിശ്ചിത തുക ഇതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അത് കഴിയുന്ന സമയത്ത് പിന്നീട് കൂടുതൽ തുക അനുവദിക്കണം. അങ്ങനെ അനുവദിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം. ഇനി ചിലപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഈ തുക ഒരുമിച്ച് അനുവദിക്കും, അത് പിന്നീട് വിതരണം ചെയ്യും. പക്ഷേ വാച്ചർമാർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങുന്ന കടം കൊടുത്തു തീർക്കാൻ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. കൃത്യമായി വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ പോലും അത് കൃത്യമായി ഓരോ മാസവും ലഭിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യക്ഷമായി സമരത്തിനിറങ്ങുകയും അങ്ങനെ കൂടുതൽ ഇത് ജനശ്രദ്ധയിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതിനുപോലും നിർവാഹമില്ലാത്തൊരവസ്ഥയിലാണ് ഫോറസ്റ്റ് വാച്ചർമാരുള്ളത്. അവർക്ക് എത്രയും വേഗം ഈ പണം അനുവദിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സർക്കാർ ഇത് പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് അവർ നമ്മളോട് ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 മാസമായി പാലക്കാടും അതോടൊപ്പം തന്നെ അട്ടപ്പാടി, നെന്മാറ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിൽ പല വാച്ചർമാർക്കും പാലക്കാട് പൂർണ്ണമായും 4 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വളരെ കഷ്ടമാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് വാച്ചർമാർ നേരിടുന്ന പ്രതിസന്ധി. കാരണം എനിക്ക് തോന്നുന്നു പ്രസാദ്, ഈ വനം വകുപ്പിലെ മറ്റെല്ലാ തസ്തികളിലും ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഫോറസ്റ്റ് വാച്ചർമാർക്ക് അതുപോലും ഇല്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അതാണ് നേരത്തെ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതലകൾ, ഇവർ ദിവസവേതനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ ചുമതലകൾ എന്ന് പറയുന്നത് ഈ നേരത്തെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള ചുമതലകൾ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് ഈ ഇന്ധനം സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടിക്കൂലി, ഓഫീസിലേക്ക് വരിക മാത്രമല്ല ഓഫീസിൽ വന്ന് ഒപ്പിട്ട് പിന്നീട് അവർക്ക് എവിടെയാണോ അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിയും, അതല്ല അവർ ബൈക്കിനാണ് പോകുന്നതെങ്കിൽ അതിനുള്ള ഇന്ധന ചെലവ്, അങ്ങനെ നിരവധി ചെലവ് ഒരു ദിവസം അവർക്ക് വേണ്ടി വരുന്നുണ്ട്, ചെലവിന് വേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വീട്ടു ചെലവ് കൂടി ഇവർക്ക് വഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പണം വേണം. ഇപ്പോൾ ഇവർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ പിന്തുണ ഇവർക്കുണ്ട്. കാരണം അവർ സഹായിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഫീൽഡുകളിൽ പോകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് കടം ചോദിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പണം വാങ്ങുന്നു. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കഴിഞ്ഞ 4 മാസമായി, ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിനാണ്, അതും കുടിശ്ശികയായിരുന്നു. ഒരുപാട് മാസത്തെ പണം കിട്ടാതെ വന്നു. ഓണത്തിന് തൊട്ട് മുമ്പായി അത് വിതരണം ചെയ്തു. ഇനിയിപ്പോൾ 4 മാസമായി പണം കിട്ടുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു മാസം ഈ പണം ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അതുവരെ കടത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അവരുടെ ജോലി നഷ്ടപ്പെടും. ദിവസവേതനക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥന് വിചാരിച്ചാൽ അവരുടെ ജോലിയിൽ നിന്ന് അവരെ തെറിപ്പിക്കാൻ കഴിയും. അപ്പം ഒരു കാരണവശാലും ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിന് ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. സർക്കാർ അത് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുകയും അവർക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം.
ശരി ശരി പ്രസാദ്, ഈ പറഞ്ഞ പോലെ 650 മുതൽ 700-740 രൂപ വരെയാണ് ഇവർക്ക് ദിവസവേതനം. പക്ഷേ ഇവരുടെ ജോലിക്കൊരു കൃത്യമായ സമയമില്ല. നാട്ടുകാരെപ്പോൾ വിളിച്ചാലും അവിടെ എത്തേണ്ടവരാണ്. കാട്ടാനെ മാത്രമല്ല, നമ്മൾ ഈ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് ഓരോ വന്യമൃഗ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഈ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ. കാട്ടാനയല്ല, കാട്ടുപോത്തുണ്ട്, കാട്ടുപന്നിയുണ്ട്, തുടങ്ങി പുലിയുണ്ട്, കടുവയുണ്ട്, തുടങ്ങി ഒട്ടുമിക്ക കാട്ടുമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെ എല്ലാ നാട്ടുകാർ വിളിക്കുമ്പോഴൊക്കെ വാച്ചർമാർ അവിടേക്ക് എത്തണം, ഇവരെ എല്ലാം തുരത്തണം. ഇവരെ തുരത്താൻ ആകെ കയ്യിലുള്ളത് ഒരു വടി മാത്രമാണ്. അപ്പോൾ സ്വന്തം ജീവനും സ്വന്തം സുരക്ഷയും പോലും അപകടത്തിലാക്കി പണിയെടുക്കുന്നവരാണ് ഈ ഫോറസ്റ്റ് വാച്ചർമാർ. അവരുടെ ഈ മിനിമം ആവശ്യമെങ്കിലും അംഗീകരിക്കാൻ, മിനിമം ആവശ്യമല്ല, അവരുടെ അർഹതപ്പെട്ട കൂലിയാണ് ചോദിക്കുന്നത്. ആ അർഹതപ്പെട്ട ശമ്പളമാണ് ഈ ഫണ്ടില്ല എന്നതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത്. അതിന് എത്രയും വേഗം ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകട്ടെ. മനസാക്ഷിയുള്ള ആർക്കും തന്നെ ഈ ഫണ്ടൊന്നും തടഞ്ഞു വയ്ക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താനോ കഴിയില്ല. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറക്കട്ടെ, അവരുടെ പരാതികൾക്ക് ഒരു പരിഹാരമാകട്ടെ. പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് പ്രേക്ഷകരിലേക്ക് ഇവരുടെ ഈ ഫോറസ്റ്റ് വാച്ചർമാരുടെ ദുരവസ്ഥ എത്തിച്ചത്.